മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ്? ഉത്തരം 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ ജന്മസ്ഥലം? ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ. ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര്? ഉത്തരം കരംചന്ദ് ഗാന്ധി, കാബ ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മാതാവിൻ്റെ പേര്? ഉത്തരം പുത്ലിബായ്. ഗാന്ധിജിയുടെ മാതാവായ പുത്ലിബായ് കരംചന്ദ് ഗാന്ധിയുടെ എത്രാമത്തെ ഭാര്യയായിരുന്നു? ഉത്തരം 4ാമത്തെ. ഗാന്ധിജിയുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയിൽ അവശേഷിപ്പിച്ചിട്ടുള്ള മുദ്ര എന്തായിരുന്നു? ഉത്തരം അവരുടെ ആത്മവിശുദ്ധി. മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേര്? ഉത്തരം ഉത്തംചന്ദ് ഗാന്ധി അഥവാ ഓത്ത ഗാന്ധി. ഉത്തംചന്ദ് ഗാന്ധി വഹിച്ചിരുന്ന പദവി? ഉത്തരം പോർബന്ദറിലെ ദിവാൻ. ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം പലചരക്കു വ്യാപാരി. ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമനപ്പേര് എന്തായിരുന്നു? ഉത്തരം മോനിയ. ഗാന്ധിജിയുടെ അപരനാമം? ഉത്തരം ബാപ്പുജി. ഗാന്ധിജിയുടെ പത്നിയുടെ പേര്? ഉത്തരം കസ്തൂർബ. വിവാഹം നടക്കുമ്പോൾ ഗാന്ധിജിക്ക് എത്ര വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്? ഉത്തരം 13 വയസ്സ്. ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ എഴുതാതിരുന്നാൽ കൊള്ളാമെന്ന് ഏറെ ആഗ്രഹിച്ച അധ്യായം ഏതായിരുന്നു? ഉത്തരം ബാല്യവിവാഹം. ഗാന്ധിജിയുടെ ആത്മകഥാ രചന തുടങ്ങിയ ഉടൻ തന്നെ അത് നിലയ്ക്കാൻ കാരണമായ സംഭവം ഏത്? ഉത്തരം ബോംബെയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം. ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ഏത്? ഉത്തരം 1869 മുതൽ 1921 വരെ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കീർത്തി മന്ദിർ. ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏത്? ഉത്തരം കണക്ക്. ഹൈസ്കൂളിലെ ആദ്യ വർഷം ഗാന്ധിജിയുടെ പരീക്ഷാ സമയത്ത് പരിശോധനയ്ക്ക് വന്ന വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ആര്? ഉത്തരം മിസ്റ്റർ ഗെയിൽസ്. ഗെയിൽസ് എഴുതാൻ നൽകിയ 5 വാക്കുകളിൽ ഗാന്ധിജി തെറ്റിച്ച് എഴുതിയ പദം ഏത്? ഉത്തരം കെറ്റിൽ. വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ നിഴലിച്ചിരുന്ന പ്രധാന ഭാവം? ഉത്തരം ലജ്ജ. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജിക്ക് അസഹ്യമായത് എന്തായിരുന്നു? ഉത്തരം താൻ ശകാരിക്കപ്പെടുകയോ ശകാരാർഹനായി അധ്യാപകന് തോന്നുകയോ ചെയ്യുന്നത് ഗാന്ധിജിക്ക് അസഹ്യമായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കാണാനിടയായ നാടകത്തിലെ ഏതു കഥാപാത്രമാണ് ഗാന്ധിജിയെ ആകർഷിച്ചിട്ടുള്ളത്? ആ കഥാപാത്രത്തെ ഗാന്ധിജി അനേക തവണ സ്വയം അഭിനയിക്കുകയും ചെയ്തു. ഏത് കഥാപാത്രത്തെയാണത്? ഉത്തരം ഹരിചന്ദ്രൻ. മാവ്ജി ദവയെ ഗാന്ധി കുടുംബക്കാർ വിളിച്ചിരുന്ന പേര് എന്ത്? ഉത്തരം ജോഷിജി.
ആരാണ് ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഉത്തരം ആങ് സാൻ സുചി. ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത്? ഉത്തരം 3 വർഷം. ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയത് ഏത് വർഷമാണ്? ഉത്തരം 1888. ഗാന്ധിജിയെ നിയമപഠനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ ഉപദേശിച്ച കുടുംബ സുഹൃത്ത് ആരായിരുന്നു? ഉത്തരം മാവ് ജി ദവേ അഥവാ ജോഷിജി. അൺഡു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജി തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലായിരുന്നു? ഉത്തരം സർവോദയ. 1934 ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കൗമുദി എന്ന 16 വയസ്സുകാരി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് എവിടെ വെച്ചാണ്? ഉത്തരം വടകര. ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തും വരെ ഗാന്ധിജി അറിയാതെ പോയ ദുഃഖവാർത്ത എന്തായിരുന്നു? ഉത്തരം തൻ്റെ അമ്മയുടെ വിയോഗം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഏത് വർഷം? ഉത്തരം 1893. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഏത് കമ്പനിക്ക് നിയമസേവനം നൽകാനാണ് പോയത്? ഉത്തരം ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര്? ഉത്തരം ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം? ഉത്തരം ടോൾസ്റ്റോയ് ഫാം. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി കപ്പലിറങ്ങിയപ്പോൾ ഡർബൻ തുറമുഖത്ത് ഗാന്ധിജിയെ സ്വീകരിക്കാനെത്തിയത് ആരായിരുന്നു? ഉത്തരം അബ്ദുള്ള സേട്ട്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന ഏത്? ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? ഉത്തരം 1 തവണ. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ഏത് വർഷം? ഉത്തരം 1934. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആര്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. കുട്ടികളുടെ കൈയക്ഷരം നന്നാക്കാനായി ഗാന്ധിജി പറയാറുള്ളത് എന്തായിരുന്നു? ഉത്തരം കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കും മുമ്പ് ചിത്രകല അഭ്യസിക്കണം. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്.